ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇൻട്രോ പറഞ്ഞെങ്കിലും ഞാൻ അത്ര ഹാപ്പിയിലല്ല കേട്ടോ. എനിക്ക് ഡിപ്രഷനാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രത്യേകതരം ഡിപ്രഷനാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, പണ്ട് നമ്മൾ എന്താ പറയണത്, കൊതിയോടെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് പൊരിയാണേ. അതിന് നമ്മൾ എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഭയങ്കര മെമ്മറിയുള്ള ഐറ്റമാണ്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു 5-8 കഷ്ണം ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പകുതി പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. മൈദയൊക്കെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് പൊരിക്ക് ഒരു പഴയ കഥയൊക്കെ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാറില്ല. ഒന്നെങ്കിൽ ഞാനും എൻ്റെ അനിയനും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചേട്ടനും, അല്ലെങ്കിൽ ഞാനും എൻ്റെ അനിയത്തിയും, അല്ലെങ്കിൽ അവരാരെങ്കിലും. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ വല്യത്തോട്ടിൽ പോകും കേട്ടോ. വല്യത്തോടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 2 സ്റ്റോപ്പൊക്കെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നടന്നു പോവും. സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മച്ചിയമ്മയും അപ്പയും കക്ക വിൽക്കലായിരുന്നു അമ്മയ്ക്കൊക്കെ ജോലി. അപ്പോൾ അമ്മയൊക്കെ കക്ക വിൽക്കുന്ന സമയമാണല്ലോ ആ ഒരു വൈകുന്നേരം. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പോക്കറ്റ് മണിയൊക്കെ കിട്ടും. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും അതിനുള്ള വകുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അപ്പ ആദ്യം കൊണ്ടുപോകണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായക്കടയിലോട്ടാണ്. എന്താ പറയുക, ചിലപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു തരും, പിന്നെ അല്ലെങ്കിൽ ബ്രെഡ് പൊരിയൊക്കെ വാങ്ങിച്ചു തരും. ഇഷ്ടമുള്ളതൊക്കെ എന്താണെങ്കിലും വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് പൊരിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അപ്പ ഞങ്ങളുടെ കൂടെയില്ല. പക്ഷെ അപ്പ എന്താ പറയുക, ഇപ്പം അമ്മ അറിയാതെ അപ്പ പൈസ തരും, അപ്പ അറിയാതെ അമ്മ പൈസ തരും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി മെമ്മറീസാണ് കേട്ടോ. നമുക്ക് എന്നും എന്താ പറയുക, നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവും. നമ്മളെ വിട്ടൊന്നും ഒരിക്കലും പോകത്തില്ല. നമ്മുടെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം മിക്കപ്പോഴും ഞങ്ങളെ ചായക്കടയിൽ കയറ്റിയിട്ട് അപ്പവും പുട്ടും അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേര സമയത്താണ് നമ്മൾ മിക്കവാറും പോവാറ്. അപ്പോൾ വൈകുന്നേര സമയത്ത് നമുക്ക് മെയിനായിട്ടും കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ബ്രെഡ് പൊരി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അബിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് പൊരി ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അവനും ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ മിക്കപ്പോഴും ബ്രെഡുള്ള സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. മൈദ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ മറ്റേ ഇത് എന്താ പറയുക, എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷനിലാണ്. കടകളിലൊക്കെ ഇട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളവും കൂട്ടി ഉപ്പൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് ഞാനിത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു മധുരം ഉണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിപൊളിയാവും, സെറ്റാവും. അപ്പോൾ അങ്ങനെ ഇത്രയും സംഭവമൊക്കെ മതി. ഇതൊക്കെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല ഒരു അടിപൊളി ബാറ്റർ തയ്യാറായിട്ട് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നുള്ളൂ. അതൊരു നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടത് എനിക്ക് കുറച്ച് കളറില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നാലും അത്രയും കളറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമില്ല, അത്രയും മതി. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊക്കെ മതിയല്ലോ. അപ്പോൾ ബ്രെഡാണെങ്കിൽ നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബബിക്കുട്ടൻ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കാരണം ഞാനിത് ഉണ്ടാക്കാൻ പോകണമെന്ന് പുള്ളിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് അടുക്കളയിലോട്ട് പോണത്. അപ്പോൾ ബബിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായത് കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പം ഞാൻ ഓരോന്ന് ഉണ്ടാക്കി ഇടുമ്പോഴേക്കും കൈയും കൊണ്ട് വരും, പക്ഷേ ചൂടായത് കാരണം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവനും ഞാനും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്കൊരു അമ്പിളിയെ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അപ്പച്ചട്ടിയാണ് എടുത്തത് ആദ്യമേ. പക്ഷേ അതിനൊരു ആവശ്യമില്ല. അതിൽ കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വന്ന്, പിന്നെ അത് ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഫ്ലോപ്പാകുകയും ചെയ്തത്. പക്ഷേ ഞാൻ ഈ അപ്പച്ചട്ടി എടുക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ മീനൊക്കെ പൊരിക്കുകയും അതുപോലെ മുട്ടയൊക്കെ പൊരിക്കണ ഒരു പാത്രമുണ്ട്. അതിലാണ് മെയിനായിട്ട് ഞാനിതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുക്കണില്ലേന്ന് ഓർത്ത് ഇത്തിരി മെനയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ചട്ടി എടുത്തേനെ. പക്ഷേ അത് ഫ്ലോപ്പായിരുന്നേ. പക്ഷെ എന്നാലും നമ്മളത് നശിപ്പിച്ച് കളയത്തില്ല. ഞാൻ ആ ഒരു എണ്ണ തീരുന്നത് വരെ അതിൽ തന്നെ 1-2 എണ്ണം പൊരിച്ചെടുത്ത് കേട്ടോ ബ്രെഡ്. പക്ഷേ അപ്പച്ചട്ടി ആരും എടുക്കാതിരിക്കാനുണ്ട് നല്ലത്. അപ്പച്ചട്ടി ഇനി ഇച്ചിരി വലുതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലായിരിക്കും. എൻ്റെ അപ്പച്ചട്ടി ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫ്ലോപ്പായിട്ട് തോന്നി. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് സെറ്റാക്കി എടുക്കും. അതാണല്ലോ നമ്മൾ. ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു
അക്കിടി പറ്റിയ പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രം മാറ്റി കേട്ടോ. ആ ഒരു അപ്പച്ചട്ടി മാറ്റിയിട്ട് സാധാരണ ഉണ്ടാക്കണം ആ ഒരു പാത്രം എടുത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്ത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു മധുരവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിരുന്നേ. നല്ലോണം എണ്ണ കുടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബ്രെഡ് പൊരി എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ എടുക്കാൻ നേരത്ത് എണ്ണ നന്നായിട്ട് വേറൊരു സ്പൂണും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് എണ്ണയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കണത്. എന്നാലും അത്ര ഒരുപാടൊന്നും പോകത്തില്ല, എങ്കിലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഞെക്കി കളയും കേട്ടോ എണ്ണ. ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും ഈ ഒരു ബ്രെഡ് എന്ന് പറയുന്ന ഐറ്റം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും സ്ഥിരമായിട്ടല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി അതിൽ എണ്ണയൊക്കെ മാക്സിമം ഞാൻ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എണ്ണ ആ ഒരു അപ്പച്ചട്ടിയിൽ തീരുന്നത് വരെ ഞാൻ അതിൽ തന്നെ ഉണ്ടാക്കിയിട്ടാ. അത് രണ്ടാമത്തേക്ക് ഇട്ടപ്പോൾ തന്നെ ഏകദേശം അത് തീർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു അപ്പച്ചട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എണ്ണയിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. മറ്റേ ഒരു പാത്രത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. വൈകുന്നേരം സമയത്തൊക്കെ ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കണത് എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാനങ്ങനെ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടുമില്ലേ. ബ്രെഡ് പൊരി, പഴംപൊരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പൊരിക്കാനായിട്ട് എനിക്കറിയാം, അല്ലാണ്ട് പരിപ്പോടെയൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം മെയിനായിട്ട് ഉണ്ടാക്കണതാണിത്. പിന്നെ ഞാൻ മറ്റേ എന്താ പറയുക, പിടി ഉണ്ടാക്കും. പിടി മീൻസ് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പും ഒക്കെ ഇട്ടിങ്ങനെ പിടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി ഉണ്ടാവണം കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടണം. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ ഉണ്ടാക്കുമേ. അല്ലാണ്ട് പരിപ്പുവട ഉഴുന്നുവടയൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി മേ ബി ഞാൻ ട്രൈ ചെയ്യുമായിരിക്കും, ചെയ്യണം. ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി ചെയ്തപ്പോഴേക്കും എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഇതിൽ ചെയ്ത് ശീലമുണ്ട്, കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയേട്ടാ. അതിൻ്റെ ഇടയ്ക്കുന്ന് ബബിക്കുട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് എനിക്ക് താമേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണ്ടായിരുന്നു. പക്ഷേ നല്ല ചൂടല്ലേ, കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവനും അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കണേ കേട്ടോ. അങ്ങനെ ബ്രെഡെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കട്ടൻ കാപ്പി ഇടുന്നുണ്ട് കേട്ടോ. ബ്രൂവിൻ്റെ കട്ടൻ കാപ്പിയാണ് ഇടുന്നത്. ബ്രൂ വെച്ചിട്ട് നിങ്ങൾ കട്ടൻ കാപ്പി ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ നിങ്ങളങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് റെഡിയായി, ബ്രെഡെല്ലാം പൊരിച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇത് പോയി കഴിക്കാം. അപ്പോൾ ബബിക്കുട്ടന് എന്താ പറയുക, ക്ഷമയൊക്കെ പോയതിന് ശേഷം ഒരു ബ്രെഡ് പൊരി എടുത്ത് കടിച്ച്, പിന്നെ ഒരെണ്ണം കടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവന് പ്ലേറ്റും സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അവൻ അതൊന്നും വേണ്ട, ഞാൻ കൈ കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോയേ. എന്തായാലും ഇച്ചായൻ വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ 2 ബ്രെഡ് പൊരി എടുത്ത് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ച് കേട്ടോ, വരുമ്പോൾ കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനും അമ്മച്ചിയമ്മയും ബബിക്കുട്ടനും കൂടി പോയി കട്ടൻ കാപ്പിയും ബ്രെഡ് പൊരിയൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.